മക്കളെ, സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നമുക്ക് പൊളിച്ച് തകർത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്കൊരു 60% ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇത് പഠിക്കാതെ എൻ്റെ മക്കൾ പോകാൻ പാടില്ല. അതായത് ചിത്ര കഹാനി ബനായെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മക്കൾ കണ്ടിട്ടുണ്ടാവും. ചിത്ര കഹാനി ബനായ എന്താണ്, കുറച്ച് പിക്ചേഴ്സ് മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് അതിന് പറ്റിയിട്ടുള്ള ഹിന്റും തരുന്നുണ്ടാവും. അതായത് ആ പിക്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും തരും. പക്ഷെ അതിന്ന് എന്ത് ചെയ്യണം മക്കള്? കഥയുണ്ടാക്കണം, ചിത്രകഥയുണ്ടാക്കണം. സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ചിത്രകഥ ബനായി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റിലോട്ട്. അതായത് എന്ത് തന്നിട്ടുണ്ട്? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? പൂ വാടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെന്താണ്? ആ പൂവിന് ഏതോ ഒരു പെൺകുട്ടി വന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ പൂ എന്താവും? നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ കുട്ടി നമ്മുടെ പെൺകുട്ടി നന്നായിട്ട് സന്തോഷിക്കുകയാണ്. ഇതാണ് നമ്മുടെ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് വെച്ച് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. എന്താണ്? സൂര്യൻ നന്നായിട്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഈ സൂര്യന്റെ ചൂട് കാരണം നമ്മുടെ പൂ എന്തായിപ്പോയി? പൂ വാടിപ്പോയി. ഈ വാടിയ പൂവിനെ കണ്ടപ്പം ഒരു പെൺകുട്ടി വന്നിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ പൂ എന്തായി? പൂ നന്നായിട്ട് വളർന്നു അല്ലെ. പിന്നെ എന്ത് ചെയ്തു? ഈ വളർന്ന പൂവിനെ കണ്ടപ്പോൾ നമ്മുടെ പെൺകുട്ടിക്ക് നന്നായിട്ട് സന്തോഷമായി അല്ലെ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കഥ എന്ന് പറയുന്നത്. ഇങ്ങനൊരു കഥ മക്കൾ എന്ത് ചെയ്യണം? ഹിന്ദിയിൽ ഉണ്ടാക്കണം. പക്ഷെ പേടിക്കൊന്നും വേണ്ട. കാരണം എന്താണ്? മക്കൾക്ക് ഹിന്റ് തന്നിട്ടുണ്ടാവും. ഈ സൈഡിൽ എന്ത് തന്നിട്ടുണ്ടാവും? എന്തൊക്കെയാണ് ഈ പിക്ചേഴ്സ് ഉദ്ദേശിക്കുന്നതെന്ന് തന്നിട്ടുണ്ടാവും. നോക്കിക്കേ, സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്നതിന് നോക്കിക്കേ, ജൽതാ സൂരജ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ജൽതാ സൂരജ്. ജൽതാ സൂരജ് എന്ന് വെച്ചാൽ എന്താണ്? ജ്വലിക്കുന്ന സൂര്യൻ എന്നുള്ളത് അർത്ഥമാണ്. എന്താണ്? ജ്വലിക്കുന്ന സൂര്യൻ. ജ്വലിക്കുന്ന സൂര്യൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സൂര്യൻ സണ്ണാണ് അല്ലെ. ജ്വലിക്കുന്ന സൺ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി മുർഛായ ഫൂൽ. അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ്? വാടിയ പൂവാണ്. വാടിയ പൂവിന് ഹിന്ദിയിൽ നമുക്ക് എന്താ പറയാന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് തന്നിട്ടുണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ടാണ് മിസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. മുർഛായ ഫൂൽ എന്ന് വെച്ചാൽ എന്താണ്? വാടിയ പൂ എന്നുള്ള അർത്ഥം അല്ലെ. വാടിയ പൂവിനാണ് നമ്മൾ മുർഛായ ഫൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് നമുക്ക് കാണിക്കുന്നത്? ആ പെൺകുട്ടി നമ്മുടെ ചെടി നനയ്ക്കുന്നതാണ് അല്ലേ. ചെടി നനയ്ക്കുക എന്നുള്ളതിന് പൗദേക്കു സീഞ്ചന എന്ന് പറയല്ലേ. പൗദേക്കു സീഞ്ചന. പൗദേ മീൻസ് എന്താണ്? ചെടിയാണ്. ചെടി. സീഞ്ചന എന്ന് വെച്ചാൽ എന്താണ്? നനയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. നോക്കിക്കേ, നനയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്തു? അതും സൂപ്പറായിട്ട് മനസ്സിലായി. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം കഥ ഉണ്ടാക്കാൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാനല്ല, കഥ എഴുതാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മക്കൾ ആലോചിക്കണം കേട്ടോ. ഗിലാ ഹുവാ ഫൂൽ. അടുത്തത് എന്താണ്? നല്ല വിടർന്ന് നിൽക്കുന്ന, നല്ല എന്താണ്? ഗിലാ ഹുവാ ഫൂൽ എന്ന് എന്താണ്? വിടർന്ന് നിൽക്കുന്ന പൂവാണല്ലേ. അല്ലെങ്കിൽ വളർന്നിട്ടുള്ള നന്നായി പൂത്തു നിൽക്കുന്ന പൂ എന്നുള്ള അർത്ഥമാണ്. ഗിൽന മീൻസ് എന്താണ്? പൂക്കുക എന്നുള്ള അർത്ഥമാണ്. പൂത്തു നിൽക്കുന്ന പൂ കേട്ടോ. പൂത്തു നിൽക്കുന്ന പൂവ് എന്നുള്ള അർത്ഥം അല്ലെ. നിൽക്കുന്ന പൂവ്. എന്ത്? ഗിലാ ഹുവ പൂ എന്ന് വെച്ചാൽ അല്ലെ, ഫൂൽ എന്ന് വെച്ചാൽ. ഇനി അടുത്ത എന്താണ്? ലാസ്റ്റത്തെ എന്താണ്? നമ്മുടെ ലടുക്കിക്ക് വളരെ ഖുഷിയായി എന്നുള്ള അർത്ഥം അല്ലെ. ലടുക്കി എന്ന് വെച്ചാൽ പെൺകുട്ടി എന്നുള്ള അർത്ഥമാണ്. ഖുഷി എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്പിനെസ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ്? ലടുക്കിക്ക് ഖുഷി എന്ന് വെച്ചാൽ എന്താണ്? ലടുക്കിക്ക് നമ്മുടെ പെൺകുട്ടിക്ക് എന്തായി? പെൺകുട്ടിക്ക് എന്തായി? ഖുഷിയായി, സന്തോഷമായി എന്നുള്ള അർത്ഥമാണ്. സന്തോഷമായി. ഇത് വെച്ച് മക്കളോട് എന്ത് തയ്യാറാക്കാനാ പറഞ്ഞിട്ടുള്ളത്? ചിത്ര കഹാനി തയ്യാറാക്കാനാ പറഞ്ഞത്. അങ്ങനെയുള്ള സമയത്ത് മക്കൾ എന്ത് ചെയ്യണം? ഇതൊരു സെന്റൻസ് ആയിട്ട് എഴുതണം. ഇതിപ്പോൾ സെന്റൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്, പക്ഷെ കുറച്ചുകൂടി കഥയുടെ രൂപത്തിൽ അത് മാറ്റണം എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ മാറ്റി വെച്ചാൽ മതി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലാത്തവരെന്ത് ചെയ്യുക? അല്ലാത്തവർ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അത് നോക്കിക്കേ, ഇങ്ങനെയാണ് കഥ നമുക്ക് എഴുതേണ്ടത്. കഥയായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് കൊടുത്ത് കളയാം. നമ്മുടെ ഈ ഒരു കഥയ്ക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഒരു ഇതെന്താണ്? വാടിയ പൂവ് എന്ന് നമുക്ക് കൊടുത്തൂടെ? മുർഛായ ഫൂൽ. വാടിയ പൂവ് എന്ന് നമ്മൾ കൊടുക്കുക കേട്ടോ. മുർഛായ ഫൂൽ. ഇതാണ് നമ്മുടെ ഹെഡിങ്. ഒരു ഹെഡിങ് ഇട്ട് കൊടുത്തോളാം കേട്ടോ. കഥയാണ്, ചിത്ര കഹാനിയാണ്. അതുകൊണ്ട് മക്കൾ ഒരു ഹെഡിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതുകയാണേ, ഏക് ദിൻ, ഒരു ദിവസം. കഥ എങ്ങനെ തുടങ്ങുക? ഒരു ദിവസം അല്ലെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക അല്ലെ. അപ്പൊ കഹാനി തുടങ്ങുന്ന സമയത്ത് മക്കൾ ഏക് ദിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ. ഒരു ദിവസം എന്തുണ്ടായി? സൂരജ് തേസ് ജൽ രഹാ താ. സൂര്യൻ എന്ത് ചെയ്യായിരുന്നു? സൂര്യൻ
തേസ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ കത്തിജ്വലിക്കുക എന്ന് പറയില്ലേ, വളരെ ശക്തമായി എന്നുള്ള അർത്ഥം കേട്ടോ. തേസ് മീൻസ് എന്താണ്? ശക്തമായി. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. ഏക് ദിൻ ജൽ സൂരജ് ജൽ രഹാത്ത എന്ന് എഴുതിയാലും മതി. സൂരജ് സൺ എന്താണ്? ജൽ രഹാത്ത കത്തുകയായിരുന്നു, ശക്തമായി കത്തുകയായിരുന്നു, അല്ലെങ്കിൽ കത്തിജ്വലിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. കത്തുകയായിരുന്നു. ഓക്കെ, ഈ സണ്ണിന്റെ ചൂടുകൊണ്ട് എന്ത് പറ്റി? നമ്മുടെ സൂര്യന്റെ സൂരജ് കി ഗർമി സേ, സൂരജിന്റെ ഗർമി, ഗർമി മീൻസ് എന്താണ്? ചൂടാണ് കേട്ടോ. ചൂട് കൊണ്ട് എന്ത് സംഭവിച്ചു? ഫൂൽ മുർജായ ഹുവാത്ത, ഫൂല് നമ്മുടെ പൂവ് വാടിപ്പോയിരുന്നു എന്ന് പറയാണ്. പോയിരുന്നു. നമ്മൾ കഥ എഴുതാണല്ലോ അല്ലെ മക്കൾ, ഇത് പഠിച്ചു വെക്കണം. ഇത് അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. ഏക ലടിക്കിനെ, അപ്പൊ നമ്മളുടെ ഈ ഒരു കഥയിൽ എന്തായിരുന്നു കണ്ടിട്ടുള്ളത്? ഒരു ലടിക്ക് ആ പൗതയ്ക്ക് വെള്ളം കൊടുത്തതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ എഴുതാണ്. ഒരു ലടിക്ക്, ഒരു പെൺകുട്ടി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? പെൺകുട്ടി ഫൂലുക്കോ ദേക്ക, നമ്മുടെ പൂവിനെ കണ്ടു. പൂവിനെ ദേക്കാന്ന് വെച്ചെന്താണ്? കണ്ടു എന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഉസ്നെ പൗതേക്കോ സീഞ്ച, ദേ വാക്ക് എഴുതി വെച്ചാൽ മതി. പൗതേക്കോ സീഞ്ച ഉസ്നെ, അവൾ എന്ത് ചെയ്തു? പൗതയെ, നമ്മുടെ ചെടിയെ, സീഞ്ച എന്ന് വെച്ചാൽ എന്താണ്? നനച്ചു എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഓക്കെ, ഇനി എന്താണ്? നമ്മുടെ ചെടി എന്തായി? വളർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ്? നന്നായിട്ട് പൂത്തുലഞ്ഞു എന്നുള്ളത് നമ്മൾ എഴുതണം അല്ലേ. പാനി മിലാത്തോ, വെള്ളം ലഭിച്ചപ്പോൾ അല്ലേ. പാനി മിലാത്തോ എന്താണ്? വെള്ളം ലഭിച്ചപ്പോൾ എന്തുണ്ടായി? നമ്മുടെ പൂവ് ഗിൽഗയ വെച്ചെന്താണ്? വളർന്നു അല്ലെങ്കിൽ മുളച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്തായി? വിടർന്നു അല്ലേ. ഓക്കെ, ഫൂൽ ഗിലാത്തോ ലടിക്ക് ഖുഷ് ഹുയി, പൂല് നന്നായിട്ട് വിരിഞ്ഞ സമയത്ത്, വിരിഞ്ഞപ്പോൾ എന്തുണ്ടായി? വിരിഞ്ഞപ്പോൾ നമ്മുടെ ലടിക്ക് ഖുഷ് ഹുയി, നമ്മുടെ ലടിക്ക് പെൺകുട്ടിക്ക് എന്തായി? പെൺകുട്ടി ഖുഷ് ഹുയി ചെന്നാണ് വളരെ ഹാപ്പി ആയി എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. ഇതേ സാധനം എന്താവും ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കുഞ്ഞു കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ മാരത്തോണിൽ വരുന്നുണ്ടാവും. അപ്പോൾ മാരത്തോൺ ഒഴിവാക്കുകയും ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. എൻ്റെ മക്കൾക്ക് സൂപ്പറായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.